പേട്രിയറ്റ് സിനിമയുടെ റിലീസിൽ തർക്കമുണ്ടാവുകയാണ്. തിയേറ്റർ ഉടമകൾ നിർമ്മാതാവിന് നൽകേണ്ട വിഹിതത്തെ ചൊല്ലിയാണ് തർക്കം. ആദ്യത്തെ 2 ആഴ്ച 60% വിഹിതം ഉടമകൾ നൽകണമെന്ന് നിർമ്മാതാവ് ആവശ്യപ്പെട്ടു. ഇത് സാധ്യമല്ല എന്ന് തിയേറ്റർ ഉടമകൾ അറിയിച്ചു. തർക്കം പരിഹരിച്ചില്ലെങ്കിൽ ചിത്രത്തിന്റെ റിലീസിനെ അടക്കം ബാധിക്കുമെന്ന് ഫിയോക്. സ്നേഹമോൾ നൈനാൻ വിവരങ്ങളുമായി ചേരുകയാണ്. സ്നേഹ, ഒന്നടങ്കം മലയാളി സിനിമാ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചിത്രമാണ് പേട്രിയറ്റ് റിലീസിനെ ഇങ്ങനെ എന്നുള്ളത് നമ്മളിങ്ങനെ ഓരോ ദിവസവും തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു തർക്കത്തെ സംബന്ധിച്ചുള്ള വാർത്ത വരുന്നത്. എന്താണ് തർക്കമുണ്ടാകുന്നത്? എങ്ങനെയാണ് ഇത് പെട്ടെന്ന് പരിഹരിച്ച് മുന്നോട്ട് പോകാനാകുന്ന ഒരു തർക്കമാണോ? അക്ഷയ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത് ആൻഡോ ജോസഫ് നിർമ്മിക്കുന്ന ചിത്രമാണ് പേട്രിയറ്റ്. മലയാളികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്നു. അതോടൊപ്പം തന്നെ വലിയ ഒരു താരനിര, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, നയൻതാര അടക്കം വലിയ താരനിരകൾ ഒന്നിക്കുന്ന ഒരു ചിത്രമാണ് എന്ന ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. അങ്ങനെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ്. അതിനിടയിലാണ് ഇപ്പോൾ തിയേറ്റർ ഉടമകളും നിർമ്മാതാവുമായി ഒരു തർക്കം വന്നിരിക്കുന്നത്. ഈ ഒരു തർക്കത്തിന്റെ പ്രധാനപ്പെട്ട കാരണം വിഹിതത്തെ ചൊല്ലിയാണ്. സാധാരണഗതിയിൽ ഈ സിനിമയൊക്കെ റിലീസ് ചെയ്യുമ്പോൾ ആദ്യത്തെ ഒരാഴ്ച 60% വിഹിതം നിർമ്മാതാവിനും 40% വിഹിതം തിയേറ്റർ ഉടമകൾക്കും എന്നിങ്ങനെയാണ്. ഇനി അടുത്ത ആഴ്ച, അതായത് 2ാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ 55% വിഹിതം നിർമ്മാതാവിനും 45% വിഹിതം തിയേറ്റർ ഉടമകൾക്കും എന്നിങ്ങനെയാണ്. 3ാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ 50-50, 50-50 എന്നിങ്ങനെയാണ്. ഈ വിഹിതം ഓരോ ആഴ്ചയും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ ചിത്രത്തിന്റെ ഈ റിലീസുമായി ബന്ധപ്പെട്ട് നിർമ്മാതാവായ ആൻഡോ ജോസഫ് ഫിയോക്കിനോട് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ 2 ആഴ്ച 60% വിഹിതം നിർമ്മാതാവിന് വേണം. അതായത് ആദ്യത്തെ 2 ആഴ്ച 60-40 എന്നിങ്ങനെ വിഹിതം വേണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് ഫിയോക്കിന് അംഗീകരിക്കാൻ സാധ്യമല്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്നത് നിലവിൽ ഈ തിയേറ്റർ ഉടമകൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തന്നെ വലിയ ഞെരുക്കത്തിലാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഈ ഒരു ടേംസ് അംഗീകരിക്കാൻ സാധ്യമാവുകയില്ല എന്നതാണ്. മുൻകൂട്ടി നിശ്ചയിച്ച ടേംസിൽ തന്നെയാണ് ചിത്രം റിലീസ് ചെയ്യേണ്ടത് എന്നാണ്. നമുക്കറിയാം 140 കോടിയിലധികം രൂപ മുതൽ മുടക്കി റിലീസ് ചെയ്യുന്ന ഒരു ചിത്രമാണ്. അത്രമാത്രം മുതൽ മുടക്കുണ്ട്. മാത്രമല്ല ഈ തിയേറ്റർ ഉടമകൾ ഈ പ്രതിസന്ധിയിലും ഇവരെ ഞെരുക്കരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടേം അംഗീകരിച്ചാൽ മാത്രമേ ചിത്രം 23-ാം തീയതി തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ എന്നാണ് ഫിയോക്ക് പറയുന്നത്. കറണ്ട് ചാർജ് അടക്കം അടയ്ക്കാൻ സാധിക്കാത്ത രീതിയിൽ വലിയ പ്രതിസന്ധിയിലാണ് കടന്നു പോകുന്നത് എന്നാണ്. മൾട്ടിപ്ലക്സിന് ചില നിർമ്മാതാക്കൾ ഏകദേശം 55 രൂപയ്ക്കാണ് ആദ്യത്തെ ആഴ്ച തന്നെ നൽകുന്നതെന്നാണ്. അങ്ങനെയെങ്കിൽ ഈ സിംഗിൾ തിയേറ്ററിന് എന്തുകൊണ്ട് ഇവർ ഈ ഒരു അവഗണന ഈ നിർമ്മാതാക്കൾ ഇങ്ങനെ ഈ തിയേറ്റർ ഉടമകളോട് കാണിക്കുന്നു എന്ന് തന്നെയാണ് ചോദിക്കുക. ഈ ഞെരുക്കത്തിനിടയിലും വീണ്ടും ഞെരുക്കരുത് എന്ന് തന്നെയാണ് ഫിയോക്കിന് പറയുവാനുള്ളത്. അപ്പോൾ ഈ ടേംസിൽ ഒരു തീരുമാനമാകാതെ, അതായത് നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച ആദ്യത്തെ ആഴ്ചയിൽ 60-40 എന്നിങ്ങനെയുള്ള ഒരു ടേംസിൽ അല്ലാതെ ഈ ചിത്രം റിലീസ് ചെയ്യാൻ തങ്ങൾ അനുവദിക്കില്ല എന്ന് തന്നെയാണ് ഫിയോക്കിന്റെ നിലപാട്. ഏതായാലും ഇതിൽ ഒരു അനുനയ നീക്കമൊക്കെ ഉണ്ടാകും. അത് പിന്നീട് നിർമ്മാതാവുമായിട്ട് ഒരു ചർച്ചയിലൂടെ പരിഹാരം കാണുമോ എന്നതിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് ഇതിന്റെ വിഹിതം എന്നതിനെ ചൊല്ലി പൊതുവെ ഒരു മാനദണ്ഡമോ ഇതിലൊരു നയപരമായിട്ടുള്ള ഒരു തീരുമാനമൊക്കെ ഉണ്ടാവുമല്ലോ. ഇത് സ്വാഭാവികമായിട്ട് ഇതിപ്പോ സ്നേഹ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ഒരു ചിത്രമാണ്. അത്രമാത്രം കാത്തിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ്. ഇങ്ങനെ വലിയ ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രങ്ങൾ വരുമ്പോഴൊക്കെ ഇങ്ങനെ തർക്കങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമായിട്ട് അത് എപ്പോഴും ഒരു സമ്മർദ്ദ തന്ത്രമായിട്ടാണോ ഇങ്ങനെയുള്ള തർക്കങ്ങൾ ഉണ്ടാകുന്നത്? സാധാരണഗതിയിൽ, അതായത് നമുക്ക് അറിയാം, ഈ ചിത്രം പേട്രിയറ്റ് ചിത്രം വലിയ രീതിയിൽ മുതൽ മുടക്കി നിർമ്മിക്കുന്ന ഒരു ചിത്രമാണ്. 140 കോടിയിലധികം രൂപയോളമാണ് മുതൽ മുടക്ക്. സാധാരണഗതിയിൽ എല്ലാ ചിത്രങ്ങളും റിലീസാകുമ്പോൾ മുൻകൂട്ടി നിശ്ചയിച്ച ഒരു ടേംസ് നിർമ്മാതാവും അതോടൊപ്പം തന്നെ ഫിയോക്കുമായിട്ട് തിയേറ്റർ ഉടമകളുമായിട്ട് ഉണ്ട്. അപ്പോൾ ഈ സാധാരണ ഒരു ഗതിയിൽ, അത് ആദ്യത്തെ ആഴ്ച 60-40 നിർമ്മാതാവിനും അതോടൊപ്പം തന്നെ 40% തിയേറ്റർ ഉടമകൾക്കുമെന്നാണ്. തൊട്ടടുത്ത ആഴ്ച മുതൽ അത് മാറിക്കൊണ്ടിരിക്കും. 55-45 എന്നിങ്ങനെ ആകും വിഹിതം. അതിന് അടുത്ത ആഴ്ച 50-50. പിന്നീട് ആ ടേമുകൾ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുമെന്നതാണ്. പക്ഷേ ആദ്യത്തെ 2 ആഴ്ച തന്നെ നിർമ്മാതാവ് 60% വിഹിതം വേണം എന്ന് നിർമ്മാതാവ് ആൻഡോ ജോസഫ് ആവശ്യപ്പെട്ടതാണ് തിയേറ്റർ ഉടമകളുടെ ഈ ഒരു തർക്കത്തിന് കാരണം എന്നത്. ആദ്യത്തെ 2 ആഴ്ച തന്നെ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ യാതൊരു തരത്തിലുള്ള ലാഭവും തിയേറ്റർ ഉടമകൾക്ക് ലഭിക്കുകയില്ല എന്നാണ് പറയുന്നത്.
കഴിഞ്ഞ കുറച്ച് അധികം നാളുകളായിട്ട് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലൂടെയാണ് തിയേറ്റർ ഉടമകൾ കടന്നു പോകുന്നതെന്ന് ഫിയോക്ക് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, വാർത്താ സമ്മേളനങ്ങളിലടക്കം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ വീണ്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ തങ്ങൾ വീണ്ടും ഞെരുക്കത്തിലാകും. അതായത് കറണ്ട് ചാർജ് പോലും അടയ്ക്കാൻ സാധ്യമല്ല ഈ ഒരു ഘട്ടത്തിൽ. അത്രയും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സർക്കാർ പോലും തങ്ങളെ അവഗണിക്കുകയാണ് എന്നാണ് ഫിയോക്ക് പറയുന്നത്. അതിനിടയിൽ ഈ ഒരു 140 കോടി രൂപ മുതൽ മുടക്കി ഈ ഒരു ചിത്രത്തിന് മലയാളികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന ഈ ചിത്രത്തിന്റെ ഒരു സംവിധായകൻ ഇത്തരത്തിൽ പറയുമ്പോൾ യാതൊരു തരത്തിലും തങ്ങൾക്ക് ഈ ഒരു ടേം അംഗീകരിക്കാൻ സാധ്യമല്ല എന്നാണ് പറയുന്നത്. 23-ാം തീയതിയാണ് ചിത്രം റിലീസ് ചെയ്യാനായിട്ടിരിക്കുന്നത്, തിയേറ്ററുകളിൽ എത്താനിരിക്കുന്നത്. എല്ലാവരും ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്നത് നീണ്ട ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി മോഹൻലാലും ഒന്നിക്കുന്നു എന്നതാണ്. അതിന്റെ പോസ്റ്ററുകൾ അടക്കം കണ്ടതാണ്. വലിയ രീതിയിൽ ആരാധകർ ആ പോസ്റ്ററുകളെല്ലാം ഏറ്റെടുത്തതാണ്. അത്രമാത്രം മലയാളികൾ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ തർക്കം ഉണ്ടായിരിക്കുന്നത്. ഒരു അനുനയ നീക്കത്തിന് തയ്യാറാണ്. പക്ഷേ തങ്ങൾ പറയുന്ന ഈ ഒരു ടേം അംഗീകരിച്ചാൽ മാത്രമേ ചിത്രം 23-ന് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാൻ അനുവദിക്കൂ എന്നതാണ് നിലവിൽ ഫിയോക്കിന്റെ തീരുമാനം. അക്ഷയ, സ്നേഹ, ഇതിൽ എങ്ങനെ ഒരു സമവായം ഉണ്ടാവും? ഈ തർക്കം എങ്ങനെ പരിഹരിക്കപ്പെടും? മുൻപ് ഇത്തരത്തിലുള്ള തർക്കങ്ങൾ പലപ്പോഴായി ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ ഏതെങ്കിലും തരത്തിൽ അത് പരിഹരിക്കാനുള്ള മാർഗവും മുന്നോട്ടേക്ക് വന്നിരുന്നു. ഇതിപ്പോൾ പേട്രിയറ്റിന്റെ കാര്യമാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മിനിമം എന്നുള്ള തരത്തിൽ തന്നെ ഒരു ഗ്യാരണ്ടി ഉണ്ട് ചിത്രത്തിന്. സ്വാഭാവികമായിട്ടും ലാലേട്ടനും മമ്മൂക്കയും വീണ്ടും ഒരുമിക്കുന്ന ചിത്രം എന്നുള്ള പ്രത്യേകത, ഒപ്പം നിരവധി താരങ്ങൾ ഈ സിനിമയിൽ എത്തുന്നു എന്നുള്ള പ്രത്യേകത, അങ്ങനെ ഒരുപോലെ കാത്തിരിക്കുന്ന ചിത്രമാണ്. മലയാളികൾ മാത്രമല്ല, ഇന്ത്യൻ സിനിമ ആരാധകർ തന്നെ ഒരുമിച്ച് ഇവരെ കാണാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലൊക്കെയുള്ള ഒരു ചിത്രം കൂടിയാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും 23-ാം തീയതി ചിത്രം തിയേറ്ററിൽ എത്തണമെങ്കിൽ ഇന്നിപ്പോൾ 6-ാം തീയതി ആയിട്ടുണ്ട്. എങ്ങനെ പരിഹരിക്കാനുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ ഫിയോക്ക് ഉൾപ്പെടെ മുന്നോട്ട് വെക്കുന്നത്? എങ്ങനെയാണ്? പക്ഷേ അത് തന്നെയാണ് ഇതിനൊരു പരിഹാരം എന്നത്. ഈ ടേം നിർമ്മാതാവ് അംഗീകരിക്കുക എന്നതിൽ മാത്രമേ പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഫിയോക്ക് അറിയിച്ചിട്ടുള്ളത്. നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച ഒരു ടേമുണ്ട്. ആ ടേം പ്രകാരമല്ലാതെ യാതൊരു വിധത്തിലും മുന്നോട്ട് പോയാൽ തങ്ങൾ ചിത്രം റിലീസ് ചെയ്യില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് ഫിയോക്കുമുള്ളത്. ഏതായാലും ഇതിന് ഒരു ചർച്ചയിലൂടെ പരിഹാരം കാണേണ്ടത് നിർമ്മാതാവും അതോടൊപ്പം തന്നെ തിയേറ്റർ ഉടമകളും ആണ്. അപ്പോൾ ഉടൻ തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടായില്ല എങ്കിൽ ഏപ്രിൽ 23-ന് ചിത്രം തിയേറ്ററിൽ റിലീസ് ചെയ്യുക വലിയൊരു പ്രതിസന്ധി ആയിരിക്കും. അങ്ങനെയെങ്കിൽ തിയേറ്റർ ഉടമകളും അതോടൊപ്പം തന്നെ നിർമ്മാതാവിനും ഒരേപോലെ പ്രതിസന്ധി നേരിടും എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പോൾ ഇത് ചർച്ചയിലൂടെ മാത്രമേ പരിഹരിക്കുക സാധ്യമാവുകയുള്ളൂ. ഈ ഒരു ടേം അംഗീകരിച്ചില്ല എങ്കിൽ ചിത്രം റിലീസ് ചെയ്യില്ല എന്നൊരു ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് ഫിയോക്കുമുള്ളത്. അപ്പോൾ നിർമ്മാതാവിന് ഈ ഒരു ടേം അംഗീകരിച്ചു പോകുക എന്നത് തന്നെയാണ് നിലവിലുള്ള ഏറ്റവും പുതിയ അല്ലെങ്കിൽ ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത്. അല്ലാതെ ഈ തിയേറ്റർ ഉടമകൾ പിന്നോട്ടില്ല എന്ന് അവർ ഉറച്ച തീരുമാനം അത് വ്യക്തമാക്കി കഴിഞ്ഞു. നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച ഒരു തീരുമാനമാണ് ഇത്, ഈ 60-40 എന്നൊരു വിഹിതം. ഈ മൾട്ടിപ്ലക്സ് തിയേറ്ററുകൾക്ക് പോലും ചില നിർമ്മാതാക്കൾ അല്ലെങ്കിൽ ചില താല്പര്യപ്രകാരമൊക്കെ ആദ്യത്തെ ഒരാഴ്ച തന്നെ 55.5 രൂപയാണ് വിഹിതം വാങ്ങുന്നത് അല്ലെങ്കിൽ നൽകുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട്, അതായത് ഒരു തിയേറ്റർ റിലീസ് ഒരു ചിത്രം റിലീസ് ചെയ്യുമ്പോൾ അതിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് തിയേറ്ററുകളാണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ തിയേറ്റർ ഉടമകളോട് ഈ അവഗണന കാണിക്കുന്നു എന്നതാണ് ഫിയോക്കിനും ചോദിക്കാനുള്ളത്. മാത്രമല്ല സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പോലും